ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 4ാം ടെസ്റ്റ്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു. ബാറ്റിംഗ് ലഭിച്ച ഇന്ത്യക്ക് വേണ്ടി യശസ്വി ജയ്സ്വാളും KL രാഹുലും മികച്ച തുടക്കമാണ് നൽകിയത്. രണ്ടുപേരും ചേർന്ന് 94 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഉണ്ടാക്കിയത്. തുടക്കത്തിൽ ഇംഗ്ലണ്ട് മാക്സിമം ബൗൺസറുകൾ എറിഞ്ഞ് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചു. എങ്കിലും KL രാഹുലും യശസ്വി ജയ്സ്വാളും നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിന്നു. അങ്ങനെ 94-ലെത്തിയപ്പോൾ KL രാഹുലിനെ നഷ്ടമായി. KL രാഹുൽ 46 റൺസ് അടുത്താണ് പുറത്തായത്. പിന്നാലെ 50 തികച്ച യശസ്വി ജയ്സ്വാൾ 56 റൺസ് എടുത്ത് പുറത്തായി. അതിനുശേഷം സായി സുദർശൻ ആണ് ഇന്ത്യൻ ബാറ്റിങ്ങിനെ മുന്നോട്ട് നയിച്ചത്. ജയ്സ്വാളിൻ്റെ പുറത്താകലിന് ശേഷം സായിക്ക് കൂട്ടായി വന്നത് ക്യാപ്റ്റൻ ഗില്ലായിരുന്നു. പക്ഷേ ക്യാപ്റ്റൻ ഗില്ലിനും അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ക്യാപ്റ്റൻ ഗിൽ 12 റൺസ് എടുത്ത് പുറത്തായി. പിന്നീട് സായി സുദർശൻ ഋഷഭ് പന്തിനെ കൂട്ടുപിടിച്ച് ഇന്ത്യൻ സ്കോർ ബോർഡ് മുന്നോട്ട് ചലിപ്പിച്ചു. 48 ബോളിൽ 36 റൺസ് എടുത്ത് തകർപ്പൻ ഇന്നിങ്സ് കാഴ്ചവെച്ച് മുന്നോട്ട് പോകവേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരു നോവായി ഋഷഭ് പന്ത് റിട്ടയർഡ് ഹാർട്ടായി. അദ്ദേഹത്തിൻ്റെ വലതുകാലിൻ്റെ പാദത്തിന് പരിക്കേറ്റു. അദ്ദേഹത്തിന് ഗ്രൗണ്ടിൽ നിന്നും ഫിസിയോയും ടീമും ചേർന്ന് സ്ട്രക്ചറിലേക്ക് മാറ്റി സ്കാനിങ്ങിന് വിധേയനാക്കിയിട്ടുണ്ട്. അദ്ദേഹം ബാറ്റിങ്ങിന് 1ാം ഇന്നിങ്സിൽ ബാറ്റിങ്ങിന് അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിയുമോ എന്നുള്ളത് സ്കാനിംഗ് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും അതിനുശേഷം ഒത്തുചേർന്ന സായി സുദർശൻ രവീന്ദ്ര ജഡേജ കൂട്ടായെത്തി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ സായി സുദർശൻ ഒരു 50 നേടി 61 റൺസ് എടുത്ത് നിൽക്കെ അദ്ദേഹവും പുറത്തായി. 235-4 എന്ന രീതിയിൽ ഒരു ബാറ്റിംഗ് തകർച്ച നേരിട്ട ഇന്ത്യയെ വലിയ പരിക്കുകളില്ലാതെ രവീന്ദ്ര ജഡേജയ്ക്ക് കൂട്ടായി വന്ന ഷർദുൽ താക്കൂറും ചേർന്ന് ഇന്ത്യൻ സ്കോർ ബോർഡ് വളരെ പരിക്കുകളില്ലാതെ 1ാം ദിനം 264-4 എന്ന നിലയിൽ അവസാനിപ്പിക്കാൻ കഴിയും. കളി അവസാനിപ്പിക്കുമ്പോൾ രവീന്ദ്ര ജഡേജ 19 റൺസുമായും ഷർദുൽ താക്കൂറും 19 റൺസുമായും ക്രീസിലുണ്ട്. ഇനി വരാനുള്ളത് വാഷിംഗ്ടൺ സുന്ദറാണ്. 4ാം ടെസ്റ്റിൽ ടോസ് നേടി കളിക്കാനിറങ്ങിയ ഇംഗ്ലണ്ട് ടീമിൽ ഒരു മാറ്റമാണ് അവർ നടത്തിയത്. ബഷീറിന് പകരം ലിയാൻ ഡെവ്സൺ എന്ന 35 വയസ്സുകാരൻ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം ഇതിനു മുമ്പിട്ട് 4 ടെസ്റ്റ് എന്തോ കളിച്ചിട്ടുള്ളൂ. 35 വയസ്സുണ്ട്. അദ്ദേഹമാണ് ബഷീറിന് പകരം ഇംഗ്ലണ്ട് ടീമിലേക്ക് വന്നത്. ഇന്ത്യൻ ടീമിൽ 3 മാറ്റങ്ങളാണ് നടത്തിയത്. കരുൺ നായറിനെ മാറ്റി സായി സുദർശനാണ് ടീമിലേക്ക് വന്നത്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം ഷർദുൽ താക്കൂർ ടീമിലേക്ക് തിരിച്ചെത്തി. ആകാശ് ദീപിന് പകരം പുതുമുഖ താരം അൻഷുൽ കമ്പോച്ച് അദ്ദേഹം ടെസ്റ്റിൽ അരങ്ങേറി. ഇന്ത്യയുടെ ജൂനിയർ ടെസ്റ്റ് ടീമിൻ്റെ ഭാഗമായിരുന്ന അദ്ദേഹത്തെ ആകാശ് ദീപിൻ്റെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെയും ഒക്കെ പരിക്കിൻ്റെ ബേസിലാണ്, അർഷ്ദീപ് സിംഗിൻ്റെ പരിക്ക് ഇവരുടെയൊക്കെ പരിക്കിൻ്റെ ബേസിലാണ് അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയത്. എന്തായാലും അദ്ദേഹത്തിന് 4ാം ടെസ്റ്റിൽ കളിക്കാൻ അവസരം ലഭിച്ചു. അദ്ദേഹം നല്ല രീതിയിൽ ജൂനിയർ ടീമിൽ പെർഫോം ചെയ്തു. അതിൻ്റെ ബേസിലാണ് അദ്ദേഹത്തിന് ടീമിൽ ഇപ്പോൾ ഇടം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്, 2ാം ദിവസം എങ്ങനെയാവുമെന്ന്. ബായ്.